മൂന്നാം പക്കം ജോയ് തിരികെ എത്തി, ജീവനില്ലാതെ. ലൈവ് അറ്റ് 6 സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണീരോടെ നാട്ടുകാർ, വിടചൊല്ലി നാട്. ജോയിയുടെ അമ്മയ്ക്ക് വീടും 10 ലക്ഷവും നൽകുമെന്ന് സർക്കാർ. ജോയിയുടെ സഹോദരന്റെ മകൻ അമ്മയെ ഏറ്റെടുക്കും. ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ പഴിചാരി നഗരസഭയും മന്ത്രിമാരും. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. സർക്കാരിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷം. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു. സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു. അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ജോയിയുടെ മരണം മനഃപൂർവ്വമായ നരഹത്യയെന്ന് കെ സുരേന്ദ്രൻ. ഇത് മനഃപൂർവ്വമായ നരഹത്യ തന്നെയാണ്. മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുത്ത് മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. പൊട്ടിക്കരഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ. പക്ഷിപ്പനി പടരുന്നു. ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് 2025 വരെ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 32 സ്പോട്ടുകൾ അതീവ നിർണായകം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ഡോക്ടറെ കാണാനെത്തിയ ആൾ ലിഫ്റ്റിൽ കുടുങ്ങിയത് 42 മണിക്കൂർ. ശനിയാഴ്ച ഉച്ചയ്ക്ക് കുടുങ്ങിയ രവീന്ദ്രനെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് നന്നാക്കാൻ എത്തിയപ്പോൾ. മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ വിളിച്ചറിയിക്കാനായില്ലെന്ന് രവീന്ദ്രൻ. കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. വടക്കൻ കേരളത്തിൽ കനത്ത നാശനഷ്ടം. പയ്യന്നൂരിൽ വീട് തകർന്നു. കാസർഗോഡ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് റെഡ് അലർട്ട്. ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം. എറണാകുളം ചെങ്ങമനാട് 15-കാരന്റെ ആത്മഹത്യക്ക് കാരണം ഓൺലൈൻ ഗെയിം എന്ന് പോലീസ്. മഴക്കോട്ടിട്ട് തൂങ്ങി മരിച്ചത് ഗെയിമിലെ ടാസ്ക് എന്ന് നിഗമനം. ഫോണിൽ കണ്ടെത്തിയ ഗെയിം പരിശോധിക്കും. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി വാഹനമോടിച്ച പോലീസുകാരൻ അറസ്റ്റിലായി. ഇന്ധനവില ചോദിച്ചതിന് കൊല്ലാൻ ശ്രമിച്ചത് AR ക്യാമ്പിലെ കെ സന്തോഷ് കുമാർ. PSC കോഴ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി. പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നും ആരോപണം. കോട്ടൂളി സത്യം പറഞ്ഞാൽ സംരക്ഷണം നൽകുമെന്ന് BJP. 16ാം തവണ കോപ്പ അമേരിക്കയിൽ മുത്തമിട്ട് അർജന്റീന. കൊളംബിയയെ മറികടന്നത് മാർട്ടിനസിന്റെ എക്സ്ട്രാ ടൈമിലെ ഗോളിൽ. ഏഞ്ചൽ ഡി മരിയയ്ക്ക് വീരോചിത യാത്രയപ്പ്. യൂറോ കിരീടം നേടിയ സ്പെയിനിന് അഭിനന്ദന പ്രവാഹം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ വീണ് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ജോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്.
രാവിലെ 8 മണിയോടെ തകരപ്പറമ്പ് ചിത്ര ഹോമിന് പിറകുവശത്ത് മാലിന്യത്തിനിടയിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയായിരുന്നു മൃതദേഹം. രാവിലെ ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് അതിങ്ങനെ ഇത് നോക്കണം, മഴക്കാലം ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കി വരികയായിരുന്നു. അപ്പോൾ ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു മുള എടുത്ത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബോഡിയാണെന്ന് കമ്മന്ന നിലയിൽ കിടക്കുകയായിരുന്നു. നമ്മൾ ഉപ്പിലമട് പാലത്തിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ വരും. കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ കിടക്കും. എത്ര മണിക്കായിരുന്നു കണ്ടത്? നമ്മളൊരു 9 മണിയൊക്കെ ആവും. ഇന്നലെയൊക്കെ ആ സ്ഥലത്ത് പരിശോധന നടത്തിയാണ്. ആ വഴിയൊക്കെ ഇന്നലെ പോയിരുന്നു. ഇന്നലെ മെനയാന്നിട്ട് നമുക്ക് അവിടെ ആയിരുന്നു, കമ്പന്നൂരായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ജയിച്ചില്ല നിർദ്ദേശിച്ചപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നോക്കി വന്നു. ജോയിയുടെ സഹോദരന്റെ മകൻ ഷിജിൻ അമ്മയെ ഏറ്റെടുക്കും. ജോയിയുടെ അമ്മയ്ക്ക് വീടും 10 ലക്ഷം രൂപ നൽകാമെന്ന് മേയറും MLAയും ഉറപ്പ് നൽകുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം മറ്റു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനിടയായത് 4 ഉറപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്നും MLAയും ബന്ധപ്പെട്ട വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഉറപ്പ് ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാം, വഴിയുണ്ടാക്കി കൊടുക്കാം, 10 ലക്ഷം രൂപ അനുവദിക്കാം. ഷിജിക്ക് ആശ്രിതൻ എന്നുള്ള നിലയിൽ ഷിജിക്ക് നഗരസഭയോ റെയിൽവേയോ തൊഴിൽ നൽകാം. ഈ 4 ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെ ആ 4 ഉറപ്പുകളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. അത് ചടങ്ങ് അവസാനിച്ചു. ആ 4 ഉറപ്പും പാലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ണുനീരോടുകൂടിയാണ് നാട്ടുകാർ ജോയിക്ക് വിട നൽകാൻ എത്തിയത്. മാറായമുട്ടത്ത് നിന്ന് ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ജോയിയുടെ മൃതദേഹം റോഡരികിലെ കനാലിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കണ്ടുനിന്നവർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടുകൂടി ജോയിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ച ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30 മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നു. ഉടൻ തന്നെ 10 മിനിറ്റ് മാത്രമാണ് വീട്ടിൽ മൃതശരീരം വെച്ചത്. ഉടൻ തന്നെ 2:40 തന്നെ അടക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ അധിക സമയം ഇവിടെ വെക്കാൻ കഴിയില്ലെന്ന് അറിയിക്കുകയും ഒപ്പം തന്നെ മാതാവിനും സഹോദരങ്ങൾക്കും സഹോദരങ്ങളുടെ മക്കൾക്കും അങ്ങനെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് മൃതദേഹം കാണാൻ സാധിച്ചത്. മറ്റാരെയും മൃതദേഹം കാണിച്ചില്ല. കാരണം മൃതദേഹം വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 10 മിനിറ്റിന് ശേഷം 10 മിനിറ്റ് വെച്ചതിന് ശേഷം അടക്കം ചെയ്യുകയായിരുന്നു. ജോയിയുടെ തന്നെ സ്ഥലത്താണ് അടക്കം ചെയ്തത്. 3/4 സെന്റ് സ്ഥലത്ത്, ജോയിയുടെ 3/4 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ മൃതദേഹം അടക്കം ചെയ്തിട്ടുള്ളത്. ജോയിയുടെ വീട്ടിൽ ജോയും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ നമുക്കറിയാം, ഈ ജോയിയുടെ മൃതദേഹം എത്തിച്ച സമയത്ത് നിരവധി പ്രദേശവാസികളും അധികൃതരും ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. വലിയ തിരക്കായിരുന്നു. ജോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നിരവധി പ്രദേശവാസികളാണ് ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മേയറും MLA ഉൾപ്പെടെയുള്ളവർ ജോയിയുടെ അമ്മയെ കാണാനായി എത്തിയിരുന്നു, ആശ്വാസവാക്കുകൾ പറയാനായി എത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകുമെന്ന് മേയറും MLAയും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു വീട്, അതുപോലെ ജോയിയുടെ വീട്ടിലേക്ക് വഴിയില്ല, കറണ്ടില്ല. അത്തരം ദയനീയമായ ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ജോയിയുടെ വീട്. ആ വീട്ടിലാണ് ജോയും അമ്മയും ഉണ്ടായിരുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഒരു വീട് നൽകും, വീട്ടിലേക്കുള്ള ഒരു വഴി നൽകും. അമ്മയെ ഏറ്റെടുക്കുന്നത് സഹോദരന്റെ മകനാണ് അമ്മയെ ഏറ്റെടുക്കുക. ആ മകന് ഒരു ജോലി, 10 ലക്ഷം രൂപ ധനസഹായം തുടങ്ങിയവ ഉറപ്പ് നൽകിയിട്ടുണ്ട് മേയറും MLAയും. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിന്റെ പുറത്ത് ഇനി മറ്റൊരു പ്രതിഷേധത്തിലോട്ടോ മറ്റൊന്നിനും പോകുന്നില്ലെന്ന് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ദയനീയകരമായ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത്. ജോയിയുടെ 46 മണിക്കൂർ, ശനിയാഴ്ച രാവിലെയാണ് ജോയിയെ കാണാതാവുന്നതും. തുടർന്ന് വളരെ സജീവമായി തന്നെ ജോയിക്കായുള്ള തിരച്ചിൽ തുടങ്ങിയെങ്കിലും അത് വളരെ സജീവമായി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും 46 മണിക്കൂറിന് ശേഷം ജോയിയെ ജീവനോടെ രക്ഷിക്കാനായില്ല എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്ന് കുടുംബവും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതാണ് മരണത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ദുരന്തം വരാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്ന കാര്യത്തിൽ തുടർന്ന് കൂടി ആലോചിച്ച ശേഷം
റിപ്പോർട്ടുകൾ സമർപ്പിക്കുമെന്ന് മേയറും ഉദ്യോഗസ്ഥരുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കലക്ടർ നേരത്തെ തന്നെ അടിയന്തരമായി ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് MLA കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാലിക്കപ്പെട്ട നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോയിയുടെ സഹോദരന്റെ വീട്ടിലാണ് ഇന്ന് മൃതദേഹം കൊണ്ടുവന്നത്. 2:30 മൃതദേഹം എത്തുകയും 2:40 തന്നെ അടക്കം ചെയ്യുകയുമായിരുന്നു. ഈ വളരെ ദയനീയകരമായ ഒരു അവസ്ഥയായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജോയി ജീവിച്ചിരുന്നത്. ഏത് ജോലിക്ക് വേണ്ടിയും പോവാൻ ജോയി തയ്യാറായിരുന്നു. ദിവസവും കിട്ടുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന എത്ര ദൂരെയാണെങ്കിലും അന്ന് ദിവസേന വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരാൻ വീട്ടിലെത്തുന്ന ഒരു ജോയിയായിരുന്നു. കാരണം അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ആ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് തന്നെ എത്ര തിരക്കാണെങ്കിലും എത്തുന്ന ഒരാളായിരുന്നു ജോയ്. ഒപ്പം തന്നെ എന്ത് ജോലിക്കാണെങ്കിലും ജോയ് പോവുമായിരുന്നു. ഒരു ജോലിയുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ആക്രി പെറുക്കാനെങ്കിലും ജോയ് പോവുമായിരുന്നു. അത്രയും കുടുംബത്തെ നോക്കുന്ന, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളായിരുന്നു ജോയ്. പ്രദേശവാസികൾ ഉൾപ്പെടെ ആ കാര്യം പറയുന്നുണ്ട്. ഏത് ആവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളായിരുന്നു ജോയ്. എന്തായാലും ജോയിയുടെ ഈ ഒരു വേർപാട് ഈ കുടുംബത്തെയും ഈ നാടിനെയും ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം അത്രയും അവർക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. ഈ 46 മണിക്കൂർ നീണ്ട തിരച്ചിലിൽ കുടുംബവും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ജോയിയെ കണ്ടെത്താൻ കഴിയും, നമുക്ക് ജീവനോടെ തന്നെ ജോയിയെ തിരിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ആ ഒരു വാർത്ത നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഫലം വന്നത് 46 മണിക്കൂറിന് ശേഷം. എന്തായാലും ഇതുവരെ ഇനി റെയിൽവേയും നഗരസഭയും പരസ്പരം പഴിചാരുന്നുണ്ടെങ്കിൽ കൂടി ഈ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മയ്ക്കുള്ള വീട്, 10 ലക്ഷം രൂപ ധനസഹായം, വീട്ടിലേക്കുള്ള വഴി, ആശ്രിതന്, അതായത് ജോയിയുടെ സഹോദരന്റെ മകനാണ് അമ്മയെ ഏറ്റെടുക്കുക, അയാൾക്കൊരു ജോലി തുടങ്ങിയവ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് 2:40 ജോയിയുടെ സ്ഥലത്ത് തന്നെ ജോയിയെ അടക്കം ചെയ്തിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ, വേദനിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാലിന്യത്തിൽ വീണുള്ള ജോയിയുടെ മരണം രാഷ്ട്രീയ വാക്പോരിനും തിരികൊളുത്തി. ജോയിയുടെ മരണത്തിൽ പരസ്പരം പഴിചാരുകയാണ് കോർപ്പറേഷനും റെയിൽവേയും. കോർപ്പറേഷന് അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് സംഭവം നടന്നതെന്നും റെയിൽവേ ആക്ട് പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനമടക്കം റെയിൽവേയുടെ ചുമതലയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ജോയിയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ എന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്ടിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ സീവേജിന്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഏജൻസിക്കും ചെയ്യാനാവില്ല. മറ്റൊരു നിയമത്തിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് റെയിൽവേ ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് ഉപയോഗിച്ചാണ് റെയിൽവേ കോർപ്പറേഷനെ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ തടഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രം പ്രശ്നമല്ല, മറ്റെവിടെയും ഇത് ചെയ്യാൻ പറ്റില്ല. നഗരസഭ എന്നുള്ള നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇന്നും അദ്ദേഹം പറയും. നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. ഇപ്പൊ നമ്മൾ 2 ദിവസങ്ങളായി നമ്മൾ പൂർണ്ണമായി അവിടെ ഉണ്ടല്ലോ. ആ പ്രവണതകളൊന്നും മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതിൽ ആരൊക്കെയാണോ ഇടപെടേണ്ടത്, അതിൽ നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്തം മാലിന്യ സംസ്കരണത്തിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നേയില്ല, നമ്മളെവിടെയും പറഞ്ഞിട്ടുമില്ല. അതിൽ മറ്റ് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് റെയിൽവേ ആകട്ടെ ഇറിഗേഷൻ ആകട്ടെ, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, അത് പ്രധാനമാണ്. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയ്യും. നഗരസഭയുടെ തുടർച്ചയായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു ടെൻഡർ കൊടുക്കാനെങ്കിലും തയ്യാറായത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. സർക്കാരിന്റെ അനാസ്ഥയാണ് കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇപ്പൊ ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത്? അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ.
ഇവര് ചെയ്തില്ല. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു. സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു. അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. അവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. നമ്മൾ അതല്ലല്ലോ പറയുന്നത്. നമ്മൾ ഏത് വ്യക്തിയാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് അല്ലല്ലോ വിഷയം. ഒരു പൊസിഷനിൽ നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഗവൺമെന്റിനോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെല്ലാം മോശമായിട്ട് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രീതിയിലാണ് മറുപടി പറഞ്ഞത്. യാഥാർത്ഥ്യം അതല്ലല്ലോ. ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിശദമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് അത് കേരളത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്ത്. അതിനോടുള്ള അവർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കും. ഇന്നിപ്പോ എന്താ ഈ സ്ഥിതി? ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഗൌരവത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. നഗരത്തിന്റെ സൗന്ദര്യം നിലനിർത്താനായി, നഗരത്തിലെ ജനങ്ങൾ സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ജോയിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതാണ് പറയാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ആവിഷ്കരിക്കേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്ന് സർക്കാർ കുറ്റപ്പെടുത്തി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പം മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു ദുരന്തം, പക്ഷേ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിരിക്കുന്നു. പരസ്പരം പഴിചാരിക്കൊണ്ട് ഈ സംഭവത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതിരിക്കുന്നതിലേക്ക് കടക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും നഗരസഭയും ഒക്കെ. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് ജോയിയുടെ മരണം? ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം, പ്രധാന വിവാദം ഇപ്പോൾ കേരളത്തിൽ. ഏറ്റവും പ്രധാനമായി ആദ്യ ദിവസം ഉണ്ടായത് നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള തർക്കമായിരുന്നു. റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ്, അവിടെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്ന വാദവുമായി മേയർ ആര്യ രാജേന്ദ്രനാണ് ആദ്യം രംഗത്ത് വന്നത്. മേയറെ ചോദ്യം ചെയ്തുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും റെയിൽവേ DRM അടക്കമുള്ളവർ രംഗത്ത് വന്നു. റെയിൽവേക്ക് കൃത്യമായി നിരന്തരം നോട്ടീസ് നൽകിയിരുന്നു, ഈ സ്ഥലം വൃത്തിയാക്കണം, വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ആമിഴഞ്ചാൻ തോടിന്റെ ഗതിയെ ഒഴുക്കിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെന്നായിരുന്നു നഗരസഭയുടെ വാദം. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് DRM രംഗത്ത് വന്ന, റെയിൽവേ രംഗത്ത് വന്ന. ഏതായാലും ആ വിവാദം ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ ഉന്നയിച്ചത്. BJPയും അതേ രീതിയിൽ നഗരസഭയ്ക്കെതിരെയും സർക്കാരിനെതിരെയും രംഗത്ത് വരുന്നു. ഇത്തരം ഒരു ദാരുണ സംഭവത്തെ പോലും രാഷ്ട്രീയവത്കരിക്കാനും വിവാദങ്ങളിൽ കൊണ്ടുവിടാനുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്ന ആരോപണവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവുമായി നിയമസഭയിൽ ഏറ്റുമുട്ടുന്ന മന്ത്രി MB രാജേഷ് രംഗത്ത് വന്ന. അദ്ദേഹം തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയാണ്. സ്വാഭാവികം അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെടുന്ന കാര്യം കൂടിയാണ് നഗരസഭയും ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ. അദ്ദേഹവും മേയർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു. ഏതായാലും ഈ രാഷ്ട്രീയവാദങ്ങൾ ജോയിയുടെ മരണശേഷവും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും മാലിന്യ പ്രശ്നമുണ്ട്, പക്ഷേ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അത് അതിന്റെ പാരമ്യത്തിലാണ്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാലിന്യവാഹിനിയായ ആമേഴഞ്ചാൻ തോട് തീർത്തും ദുരവസ്ഥയിലാണ്. അവിടെ വെള്ളം ഒഴുകാൻ കഴിയാത്ത തരത്തിൽ മാലിന്യങ്ങൾ നിറയുന്ന അവസ്ഥയുണ്ട്. അതിന് സർക്കാരിനും അതുപോലെ നഗരസഭയ്ക്കും ഒക്കെ പങ്കുണ്ട്. അതിനൊപ്പം തന്നെ നാട്ടുകാർക്കും അവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന വ്യാപാരികളടക്കമുള്ളവർക്കും പങ്കുണ്ടെങ്കിലും ഇത് സർക്കാരിൻ്റെ, നഗരസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് മാലിന്യ നീക്കം. മാലിന്യങ്ങൾ ഇങ്ങനെ
പൊതുനിരത്തുകളിലേക്കും അതുപോലെ തന്നെ തോടുകളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും വലിച്ചെറിയ തടയുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. യഥാസമയം മാലിന്യ നീക്കം നടക്കാത്തതാണ് ഇത്തരത്തിൽ ആമഴഞ്ചാൻ തൊട്ടടക്കം ഈ രീതിയിലുള്ള മാലിന്യ മലയ്ക്ക് കാരണമെന്ന വിമർശനം ശക്തമാണ്. മാത്രമല്ല, മഴക്കാല പൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് കൃത്യമായി നടന്നിട്ടില്ല എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷവും BJPയും ഒക്കെ കുറ്റപ്പെടുത്തിയതാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വലിയ ആരോപണം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു. നഗരസഭയെ മേയറെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് പൊതുവിൽ നടക്കുന്നത്. മേയറുടെ രാജി വരെ ആവശ്യപ്പെട്ടുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി. അവിടെയും ഇത് പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി മാറും. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്തെ മുന്നണികൾ നടത്തുന്നത്. മേയറെ പൂർണ്ണമായി പ്രതിരോധിച്ചുകൊണ്ട് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതെന്ന് സ്ഥാപിക്കാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം. ജനങ്ങൾ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കൃത്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPMന്റെയും ഭരണമുന്നണിയുടെയും തീരുമാനം. തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ വൈകിയത് മാലിന്യ നിക്ഷേപം കാരണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരം നഗരത്തിന്റെ നടുവിൽ പ്ലാസ്റ്റിക് കുപ്പിയും മാലിന്യങ്ങളും നമ്മൾ വലിച്ചെറിഞ്ഞത് കാരണമാണ് മൃതദേഹം കണ്ടെത്തുന്നതിന് തടസ്സമുണ്ടായത്. കൌൺസിലറെയോ മേയറെയോ കുറ്റം പറയേണ്ടതും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിന്റെ നടുവിൽ പ്ലാസ്റ്റിക് കുപ്പിയും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞതിന്റെ ഫലമായി നാട്ടുകാർ വലിച്ചെറിഞ്ഞ, അല്ലാതെ മേയർ കൊണ്ടിട്ടതൊന്നുമല്ല, കൗൺസിലർമാർ കൊണ്ടിട്ടതുമല്ല, നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമൂഹം പലപ്പോഴായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ആ തോട്ടിൽ കണ്ടത്. ആ പാവപ്പെട്ട മനുഷ്യന്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായത് നമ്മൾ കണ്ടു. ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ വൃത്തികേടെല്ലാം സഹിച്ചുകൊണ്ട് അതിലിറങ്ങി നിന്ന് ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മൃതദേഹത്തിന് വേണ്ടിയെങ്കിലും കിട്ടുന്നെങ്കിൽ തിരയുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്രയും വൃത്തികേട് നമ്മൾ കണ്ട അത്രയും വൃത്തികേട് ഉണ്ടാക്കിയവർ നമ്മളാണ്, മറ്റാരുമല്ല, നമ്മളാണ്. അതിന് കൗൺസിലറെയോ മേയറെ ഒന്നും കുറ്റം പറയാം, നമ്മളാണ്. നിങ്ങൾക്ക് തിരുത്തണം. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെ മാറ്റി. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. അനുകുമാരി തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടർ. കോട്ടയം കളക്ടർ B വിഘ്നേശ്വരിയെ മാറ്റി. ശ്രീറാം വെങ്കിട്ടരാമൻ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാകും. ഇടുക്കി കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേർന്നു. വിനോദ്, IAS തലപ്പത്ത് ഏതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ? അപർണ, പ്രധാനപ്പെട്ട മാറ്റം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടേതാണ്. ജെറോമിക് ജോർജിനെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ സമരം അത് അവസാനം ഏറ്റവും ഒടുവിൽ 140 ദിവസത്തെ സമരം ക്രമാസക്തമായി. അതിന് തൊട്ടു പിന്നാലെയാണ് ജെറോമിക് ജോർജ് തിരുവനന്തപുരത്ത് കളക്ടറായി എത്തുന്നത്. ഇപ്പോൾ ജെറോമിക് ജോർജിനെ മാറ്റിയിട്ടുണ്ട്. അനുകുമാരിയാണ് പുതിയ കളക്ടർ. തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടറായി ചുമതല നൽകിയിരിക്കുന്നത് അനുകുമാരിക്കാണ്. കോട്ടയം കളക്ടർ വിഘ്നേശ്വരിയേക്കും മാറ്റമുണ്ട്. ഇടുക്കി കളക്ടറായാണ് പുതിയ ചുമതല നൽകിയിട്ടുള്ളത്. ജോൺ വി സാമുവലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. മറ്റൊരു മാറ്റം, ശ്രീറാം വെങ്കിട്ടരാമനെ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു എന്നതാണ്. സിവിൽ സപ്ലൈസിന്റെ MD ആയി തുടരുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ധനവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയായി മാറ്റിയിട്ടുള്ളത്. ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി മാറ്റി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപർണ. VV വിനോദ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജൻ എന്നിവരെ അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. പക്ഷിപ്പനി വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് 2025 വരെ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വൈറസിന്റെ ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തി. 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയ്ക്ക് പുറമെ പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പെരിയൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ കല്ലർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. മൂന്നാമത്തെ ഷട്ടർ 0.30 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്.
മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാറ്റും മഴയും ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കിയിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. പാലാ പ്രവിത്താനത്തെ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. വെച്ചൂരിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. കണ്ണൂർ പയ്യന്നൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. അപകടം നടക്കുമ്പോൾ തങ്കമണിയും 2 മക്കളും വീട്ടിലെ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് വടകരയിൽ കനത്ത മഴയിലും കാറ്റിലും റോഡരികിൽ പാർക്ക് ചെയ്ത കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കാറിന് കേട് സംഭവിച്ചു. ഇറിഗേഷൻ കനാൽ റോഡിലാണ് മരം കടപുഴകി വീണത്. സംഭവം നടക്കുമ്പോൾ കാറിനകത്ത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. പള്ളിക്കര ബീച്ച്, റാണിപുരം, അജാനൂർ, കൈറ്റ് ബീച്ച് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നതിനെയാണ് കാലാവസ്ഥാ പ്രവചനം. പ്രത്യേകിച്ച് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനമുള്ളത്. എന്തായാലും മലയോര മേഖലകളിലുള്ളവരും അതുപോലെ തന്നെ തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്തും ഒപ്പം താലൂക്ക് കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കാസർഗോഡ് ജില്ലയിലെ സഞ്ചാര മേഖലകൾ, അതായത് ഇന്നും നാളെയും പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും പള്ളിക്കര ബീച്ച്, ഒപ്പം അജാനൂർ, കൈറ്റ് ബീച്ച്, മലയോര മേഖലകളിലെ റാണിപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ സന്ദർശകർക്ക്, അതായത് വിനോദസഞ്ചാര സന്ദർശകർക്ക് ഇത്തരത്തിൽ ഇന്നും നാളെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല മലയോര പ്രദേശത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. കാരണം മലവെള്ളപ്പാച്ചലിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഏതായാലും ഈ പ്രദേശത്ത് ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പ്രത്യേകിച്ച് കൺട്രോൾ റൂമുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. അതേസമയം ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും അറിയിക്കുന്നു. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന ശക്തമായ മഴയാണ്. മഴയിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മിക്ക പുഴകളും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുഴയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇന്നലെ രാത്രി ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകളാണ് നിലംപൊത്തിയത്. ഈ സാഹചര്യത്തിൽ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഇന്നലെ വൈകിട്ടോടുകൂടി ശക്തമായി വീശിയടിച്ച കാറ്റിൽ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തിയിട്ടുണ്ട്. ഈ മേഖലകളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും തയ്യാറാണ് എന്ന ഒരു ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം താലൂക്ക് ആസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. എന്നാൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ എറണാകുളം ചെമ്പുമുക്ക് ആട്ടിപ്പെട്ടി നഗർ റോഡ് ഇടിഞ്ഞു. ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു താഴ്ന്നു. ഇടപ്പള്ളി തോടിന്റെ ഭാഗമാണ് താഴ്ന്നത്. 2 മാസം മുൻപാണ് റോഡിന്റെ പണി പൂർത്തിയായത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. പാലാരിവട്ടത്ത് നിന്നും കാക്കനാടേക്ക് പോകുന്ന റൂട്ടിൽ നിന്നും, അതായത് ചെമ്പുമുക്ക് പാലം ഇറങ്ങി അതിനോട് ചേർന്നുള്ള ഒരു വഴിയാണ്, ഈ റോഡാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴ്ന്ന നിലയിൽ കാണപ്പെട്ടത്. ഇന്ന് രാവിലെ 4 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി വെള്ളം പോകുന്ന ഒരു അതിശക്തമായി തന്നെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഒരു
സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞ് വീണതെന്നാണ് നാട്ടുകാരും കൌൺസിലറും അടക്കം പറയുന്നത്. ഇത് ഏകദേശം 200ഓളം വീടുകളിലേക്ക് പോകുന്ന റോഡാണ്. ഒപ്പം ഒരു സ്കൂളും ഒരു അസീസിയ സ്കൂളും ഇവിടെയുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സും ഇരുചക്ര വാഹനങ്ങളും കാറും അങ്ങനെ എല്ലാ വാഹനങ്ങളും പോകുന്ന ഒരു മെയിൻ റോഡാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞ രീതിയിൽ കണ്ടെത്തിയത്. ഇന്ന് സ്കൂൾ അവധിയായതിനാൽ രാവിലെ സ്കൂൾ ബസ് ഇതിലെ പോയിരുന്നില്ല. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇതിന് ആദ്യമേ തന്നെ നമുക്ക് ദൈവാനുഗ്രഹം അത് മാത്രമേ ആദ്യം പറയുന്നത്. കാരണം ഇന്ന് സ്കൂളും ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ന് കുട്ടികളുടെ സഞ്ചാരവും മറ്റ് ജനങ്ങളുടെ സഞ്ചാരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം റോഡ് രണ്ട് സൈഡും ഇവിടെ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരെ കൂടി ബ്ലോക്ക് ചെയ്തു. ഇത് നമ്മൾ 2 മാസമുള്ളിൽ നമ്മൾ ഈ റോഡ് പണിതിട്ട്, പക്ഷേ പണിതയിൽ ആ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്ക് അപാകതയില്ല. കാരണം ആ കെട്ട് ഇതുവരെ അനങ്ങിയിട്ട് പോലുമില്ല. അത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എടപ്പള്ളിത്തോട് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തായിരുന്നു. JCBക്ക് തോട് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ചെളിയെല്ലാം കോരി പടിയുന്ന ഉറവ്. ഇവിടെ ഈ പള്ളി കോമ്പൗണ്ടിൽ വരുന്ന വെള്ളത്തിന്റെ സ്രോതസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും വെള്ളത്തിന്റെ അളവ്. അപ്പൊ ആ അളവിൽ വെള്ളം പോയി ചെളിയെല്ലാം അങ്ങോട്ട് പോയതിന്റെ പേരിൽ പള്ളി കോമ്പൗണ്ട് മതിലിടിഞ്ഞു. മതിലിന്റെ ഭാഗമാണ് താഴേക്ക് ഇരുന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ കെട്ടിയ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കും ഇത് വന്നിട്ടില്ല. ആ കെട്ടുള്ളതിന്റെ പേരിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇതിൽ മുഴുവനും എടപ്പള്ളി തോട്ടിലേക്ക് മറിഞ്ഞു. എന്തായാലും ഇത് കണ്ട ഉടനെ തന്നെ നാട്ടുകാർ ഈ റോഡിലേക്കുള്ള വാഹനങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞു. 2 വർഷം മുൻപാണ് വലിയ പ്രശ്നങ്ങളായി കിടന്ന ഒരു വഴി വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 മാസം മുൻപാണ് ഇവിടെ റോഡ് പണിതത്. ഏകദേശം 8 അടിയോളം ഇടിഞ്ഞ് താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഈ റോഡ് കാണപ്പെടുന്നത്. അതൊരു 3 വർഷം മുമ്പ് ഉള്ള ഒരു മഴയിലാണ്, ഓഗസ്റ്റ് 6-നാണ് ഇത് ആദ്യം ഇടിഞ്ഞു പോയത്. ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആഘാതത്തോടു കൂടിയിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു വിള്ളൽ വന്നിട്ട് ഒരു സൈഡ് താന്നു പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് റിപ്പയർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഫ്ളാറ്റുണ്ട്, കുറേയധികം വീട്ടുകാരുണ്ട്, ഒരു 1000-ഓളം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 3500 കുട്ടികൾ പഠിക്കുന്ന അസീസി സ്കൂളുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ഒരു റോഡ് പണിത് ചെയ്ത് തന്നത് മുനിസിപ്പാലിറ്റിയാണ്, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അവരുടെ കൌൺസിലറും MLAയും ഒക്കെ അതിൽ ശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്കത് ചെയ്ത് കിട്ടി. പക്ഷെ അത് വീണ്ടും ഇടിഞ്ഞു പോയ സ്ഥിതിയിൽ ഇനി എന്നത് ശരിയാകും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയ ആശങ്കയുണ്ട്. ഇതിന് റോഡിന് തൊട്ട് സൈഡിലായി ഇടപ്പള്ളി തോട് കൂടി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇടിഞ്ഞു വീണു, അതായത് നമുക്ക് ഈ കാണാം ഇതിന്റെ കൈവരികൾ ഇടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കൌൺസിലർ അടക്കം പറയുന്നത് ആ വഴി കെട്ടിയതിന്റെ അല്ലെങ്കിൽ കൈവരി കെട്ടിയതിന്റെ അശാസ്ത്രീയത ഒന്നുമില്ല. ഈ ശക്തമായിട്ടുള്ള മഴവെള്ളം അത് കുത്തിയൊലിച്ചതുകൊണ്ടാണ് ഇത്ര റോഡിന് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് കൌൺസിലർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. നമുക്ക് കാണാം ഈ 2 KCBയുടെ തന്നെ 2 പോസ്റ്റുകളും ഈ റോഡിലേക്ക് അപകടമായ രീതിയിലേക്ക് മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഒഴിവായിട്ടുള്ളത്. എന്തായാലും ഈ കൌൺസിലർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉടനെ ഒരു നടപടി, ഈ റോഡ് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് കൌൺസിലറും വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. PSC കോഴ ആരോപണത്തിൽ താൻ നൽകിയ വിശദീകരണം CPM കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി മുഖവിലയ്ക്ക് എടുക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി. ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നും പ്രമോദ് പറഞ്ഞു. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഉടൻ പോലീസിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നടന്നിട്ടുണ്ടല്ലോ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് രചിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് രചിച്ചത് ആരാണ്? അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് രചിച്ച് ഈ കളവുകൾക്ക് കൂടെ ഇങ്ങനെ ഓരോ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാണ്. ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരെ പുറത്തു കൊണ്ടുവരണം. ഒരാൾ വീണ് പോയാൽ, ഒരാൾ വീണ് കിടക്കുന്ന റോട്ടിൽ എല്ലാവരും കുറെ ആൾക്കാർ നോക്കിക്കും, അതിൽ ഏതെങ്കിലും 1-2 ആൾക്കാർ എടുത്തു കൊണ്ടുപോകുള്ളൂ. ആ നോക്കി നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എടുത്തു കൊണ്ടുപോകുന്നവരാണ് എന്ത്, അവരുടെ മനസ്സിലാണ് സഹതാപുള്ളത്. ആ സഹതാപുള്ള മനുഷ്യന്മാരെ തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരും എടുത്തു കൊണ്ടുപോകണ്ട. ആംബുലൻസ് രാത്രി ഓടണ്ട. ആംബുലൻസിനകത്ത് പ്രമോദ് കോട്ടൂളി പോയിട്ട് എന്ത് ചെയ്യണ്ട, നട്ടപ്പാതിരക്ക് പോയിട്ട് ആളെ രക്ഷപ്പെടുത്തണ്ട. വിശക്കുന്നതിന് ചോറ് കൊടുക്കണ്ട, നഗരത്തിൽ പോയിട്ട് ചോറ് കൊടുക്കണ്ട. ഈ ഇവിടുത്തെ നാട്ടിലെ മാങ്ങ മുഴുവൻ പറിച്ചിട്ട് എല്ലാവർക്കും അച്ചാറിട്ടിട്ട് ഓണത്തിന് എല്ലാവർക്കും ഒരു സദ്യയുടെ കൂടെ ഒരു വിഭവം ഈ വിളമ്പണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്.
PSC കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളി സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ BJP സംരക്ഷണമൊരുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ജില്ലയിലെ CPM-നെ നിയന്ത്രിക്കുന്നത് ഒരു അധോലോകമാണ്. ആ അധോലോകത്തെ ആര് കൈവശം വെക്കണമെന്ന തർക്കമാണ് കോഴ വിവാദം ഇപ്പോൾ പുറത്തുവരാൻ കാരണം. മന്ത്രി മുഹമ്മദ് റിയാസും എളമരം കരീമുമാണ് ഈ സംഘത്തെ നയിക്കുന്നത്. കോഴപ്പണം വീതം വെക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് വിവാദത്തിന് പിന്നിൽ. സംഭവത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാൽ പലതും പുറത്തുവരും. അത് നേതൃത്വത്തിനും അറിയാം. അതാണ് ഈ പ്രശ്നം ഒതുക്കി തീർക്കുന്നതെന്നും MT രമേശ് ആരോപിച്ചു. അതിൽ പാർട്ടി നേതൃത്വമുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മന്ത്രിസഭയിലെ ആളുകളുണ്ട്, ഇവരെല്ലാവരുമുണ്ട്. ഈ അധോലോക സംഘത്തിന്റെ നേതൃത്വം ആര് കൈവശം ആര് കൈവശം വെക്കണം, ആരാണ് ഈ അധോലോക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന തർക്കമാണ് ഇപ്പോ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അത് എളമരം കരീമിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വമാണോ എന്ന തർക്കമാണ് ഈ നാടെന്ന കഥകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. കോപ്പ കിരീടം നിലനിർത്തി അർജന്റീന. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീന കൊളംബിയയെ മറികടന്നത്. പകരക്കാരനായി എത്തിയ ലൗതാരോ മാർട്ടിനസ് ആണ് വിജയ ഗോൾ നേടിയത്. വിജയത്തോടെ കോപ്പയിൽ അർജന്റീനയുടെ കിരീട നേട്ടം 16 കിരീട നേട്ടത്തോടെ ഏഞ്ചൽ ഡി മരിയ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഈ മധുരക്കോപ്പയിലെ ലഹരി രുചിക്കാതെ കണ്ണീർ വാർത്ത് അയാൾക്ക് ഇന്ന് മടങ്ങേണ്ടി വന്നിരുന്നുവെങ്കിലും ആഘോഷപ്രകമ്പനം ദിക്കെട്ടിലും ഉയരാതെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ഫൈനൽ വിസിൽ മുഴങ്ങിയിരുന്നുവെങ്കിലോ അർജന്റീന വിരുദ്ധതയിൽ രൂപീകൃതമായ സാമ്പാർ മുന്നണിക്ക് പോലും അതൊരു സങ്കട കാഴ്ചയാകുമായിരുന്നു നിശ്ചയം. മെസ്സി എന്ന ഫുട്ബോളിന്റെ സൽപുത്രന് മാത്രമല്ല, ആകാശനീലയുടെ മാലാഖ ഡി മരിയയ്ക്കും ഈ കിരീടം അനിവാര്യതയായിരുന്നു. ആദ്യ പാതി കൊളംബിയയുടെ താളത്തിനൊത്താണ് തുള്ളിയത്. എന്നാൽ രണ്ടാം പാതിയുടെ നിറം മാറി. കഥ മെനയുന്ന നായകനായി മെസ്സി ഇല്ലായിരുന്നുവെങ്കിലും അർജന്റീന തന്നെ കളം നിറഞ്ഞു. 64-ാം മിനിറ്റിലാണ് പരുക്കേറ്റ് മെസ്സി മടങ്ങുന്നത്. ചങ്ക് തകർത്തായിരുന്നു ആ പോക്ക്. ഏങ്ങലടിച്ച് നിലവിളിക്കുന്ന മെസ്സിയെ കാണാനാകാതെ കണ്ണടച്ചു നിന്നവരാണ് നമ്മളിലധികവും. നിശ്ചിത സമയവും ഗോൾ പിറക്കാതായതോടെ നിലച്ചുപോയി നെഞ്ചിടിപ്പ്. അധിക സമയത്തിന്റെ പാതിയും ഗോളില്ലാ കളിയായതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കോട്ട കെട്ടാൻ തുടങ്ങി എമിലിയാനോ ആരാധകർ. പക്ഷേ ആ കോട്ട ഉയരും മുമ്പേ തന്നെ വിജയ് കോപ്പയിലേക്ക് ഒരു ഗോൾ വായിച്ചു ലൗതാരോ മാർട്ടിനസ്. പൊട്ടാൻ നിന്ന അണക്കെട്ട് പോലെയായിരുന്നു ഫുട്ബോൾ ലോകം. പിന്നീട് അങ്ങോട്ട് ആവേശം, ആഘോഷം, അർമാദം. കോപ്പയുടെ വിജയലഹരിയിൽ അർജന്റീനയ്ക്ക് മധുര 16 തുടർച്ചയായി 3 സുപ്രധാന കിരീടങ്ങൾ. എങ്ങനെ ആർത്തു പൊന്താതിരിക്കും ആഘോഷ പ്രകമ്പനം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. അർജന്റീന കോപ്പ കിരീടം നിലനിർത്തിയതിന്റെ ആവേശത്തിലാണ് മലപ്പുറത്തെ ആരാധകർ. പെരുമഴയത്തും പടക്കം പൊട്ടിച്ചാണ് ആരാധകർ വിജയം ആഘോഷിച്ചത്. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. അർജന്റീനൻ ആരാധകർ ആവേശത്തിലാണ്. സ്വന്തമാക്കിയതോടെ അർജന്റീനൻ ആരാധകർ മലപ്പുറത്തിന്റെ ആവേശ കൊടുമുടിയിലേക്ക്. സാമ്പാർ മുന്നണി നമ്മൾ കാണാനില്ല. സാമ്പാർ മുന്നണി പോയി. ആ കപ്പ് ഞമ്മക്കുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കളിയുടെ ഏറ്റവും ആവേശകരമായത് അവസാന ഘട്ടത്തിലായിരുന്നു. അതെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ എല്ലാ ഫുൾ ടൈമിലാണ് ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഗോൾ അടിച്ചു. അത് തികച്ചു. ഡിമറിയന്റെ വിരമിക്കലിന്റെ ഒരു കപ്പായി. മെസ്സി വിരമിക്കോ? അതോടെ മെസ്സി വിരമിക്കോ എന്ന് പറയാനായിട്ടില്ല. അത് കാത്തിരുന്ന് കാണണം. അടിപൊളി കളി. ലോകം കണ്ട ഏറ്റവും നല്ല കളിക്കാരനാണ് ലയണൽ മെസ്സിക്ക് പരിക്ക്. ടീം പതറിയില്ല, ടീം പതറൂല. കാരണം ഓരോരോ കളിക്കാരനും മെസ്സി വാർത്തെടുത്ത കളിക്കാരനാണ്, സ്കൊളാനി വാർത്തെടുത്ത കളിക്കാരനാണ്. സാക്ഷാൽ ഡിമറിയ മലാക്കന്മാരെ പോലെ ഉയർന്നു. ലൗതാരോ മാർട്ടിനസ് എന്ന ഗോളടി യന്ത്രം ലീഗിലെ ടോപ്പ് സ്കോർ ആയിട്ട് 5 ഗോൾ അടിച്ചുകൊണ്ട് ഈ കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോറായി. 2 കോപ്പ അമേരിക്ക, 1 വേൾഡ് കപ്പ്, 1 ഫൈനലിസിമ. ഇതിനെ കാട്ടി എങ്ങോട്ട് വേണം മെസ്സിക്ക്? ആശങ്ക മെസ്സിക്ക് പരിക്കേറ്റ് ഇപ്പൊ നല്ലൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ
ഓക്കെ മെസ്സി വാമോസ് അർജന്റീന. അതാണ് അർജന്റീന ജയിക്കുമെന്ന് പറഞ്ഞാണ്. സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിച്ചെന്ന് പറഞ്ഞതാണ്. അത് അടിച്ചു. ഞങ്ങൾക്ക് തന്നെ 2 കോപ്പി ഞങ്ങൾ സമയമാണ്. അതിന് യാതൊരു സംശയവും ഇല്ല. അത് സെക്കൻഡ് ഹാഫിൽ അടിക്കും പറഞ്ഞാൽ അടിച്ചു. ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങള് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് നിരാശ ഇല്ലാതായി. മെസ്സിക്ക് നല്ല പരിക്കോട് കൂടി കയറിയപ്പോ തന്നെ കളി ഒന്നും കൂടി സ്ട്രോങ് ആയി. മെസ്സിന് കളിക്കാൻ സാധ്യത ഇല്ല. അതാണ് നമ്മൾ അവസാന ടൂർണമെന്റ് കിരീടത്തോടെ ഞങ്ങള് വിട വാങ്ങും. അതാണ് മലപ്പുറത്തിന്റെ ആവേശ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പലരും അർജന്റീനയുടെ ആ വിജയത്തിൽ അതിന്റെ ആഘാതം പങ്കുവയ്ക്കുകയാണ്. വളരെ കളി സൂപ്പറായിരുന്നു. ഹാഫ് ടൈം വരെ കുറച്ച് മോശമായിരുന്നെങ്കിലും പിന്നെ ഇവിടെ നല്ല കളി കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സൂപ്പറായിരുന്നു. അർജന്റീന ജയിക്കുന്നു വിചാരിച്ചോ? വിചാരിച്ചിരുന്നു. മെസ്സിക്ക് പരിക്കേറ്റോ? കുഴപ്പമുണ്ടായില്ല അല്ലേ? ഇതാണെങ്കിലും മലപ്പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് സ്കൂളൊക്കെ അവധിയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഈ ജയത്തിന്റെ ആവശ്യം. എങ്ങനെയാണ് കളി കണ്ട? മുഴുവൻ കണ്ടോ? കളി കണ്ട മുഴുവൻ കണ്ടോ? കളി കണ്ടു. എന്താ കളിയിലെ പ്രധാനപ്പെട്ട തോന്നിയത്? കുഴപ്പമില്ല. സെറ്റ് കളിയിലും ബ്രസീലിയൻ ആരാധകർ കൂടോ? എന്താ പറ്റിയതെന്നനുസരിച്ച് എന്താ പറ്റിയത്? എവിടെ തിരിച്ചടിയല്ലല്ലോ, കളിയല്ലേ. എങ്ങനെയായാലും ഒരു ടീമിന് ഗോള് കിട്ടും. ഇത് പെനാൾട്ടിയിലാവുമെന്ന് വിചാരിച്ച കളിയേനു. എന്ത് നമ്മക്ക് എന്ത് നിക്കണീല് ആ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നിക്കണീല് പ്രശ്നമൊന്നുമില്ല. എന്താ വേറെ നിക്കണീലുള്ള പ്രശ്നമൊന്നുമില്ല. അതായത് കളിച്ചു, അവര് ജയിച്ചു. കുറെ കാലമായി കാത്തിരിക്കല്. ജർമ്മനിയോട് 2010 2014 തോറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ അവരെ ആഘോഷിക്കുന്നതിൽ ഒരു സങ്കടമൊന്നുമില്ല. അവരാഘോഷിക്കട്ടെ, നല്ല കളിച്ച് ജയിച്ചവരല്ലേ. അതെന്ന് പറഞ്ഞു 2014 2010 തോറ്റിട്ടില്ലേ? തോറ്റിട്ട് ഞങ്ങൾ തോറ്റ് കപ്പടിച്ച് പോയിട്ടുണ്ട്. അതാണ് ഇവിടെ അർജന്റീനയുടെ ആ വിജയം ആഘോഷിക്കുകയാണ്. ഒപ്പം തന്നെ ബ്രസീലിയൻ ആരാധകർക്ക് നേരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട്. വളരെ ആഘോഷമായിട്ട് തന്നെ മലപ്പുറം അപ്പോൾ കോപ്പ അമേരിക്ക ഫൈനൽ ഇവിടെ ആഘോഷം, അർജന്റീനയുടെ വിജയം ആഘോഷിക്കുകയാണ്. അവിടെ കാണാതെ മഴയത്തും ഗുണ്ടു പൊട്ടിക്കുകയാണ് റോട്ടില് ഈ വിജയത്തിന്റെ ആഘോഷത്തിന്റെ ആവേശത്തിന്റെ ഭാഗമായിട്ട്. അത്രമാത്രം വലിയ അതാ കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ വിജയം മലപ്പുറം അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ്, അർമാദിക്കുകയാണ്. മലപ്പുറത്തും CV അനുമോദ്, ന്യൂസ് 18. യൂറോ കപ്പ് കിരീടം സ്പെയിനിന്. ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് കിരീട നേട്ടം. മത്സരം തീരാൻ 4 മിനിറ്റ് ബാക്കി നിൽക്കെ ഓയർ സബാലാണ് വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ 2ാം തവണയും ഫൈനലിൽ ഇംഗ്ലണ്ടിന് അടിതെറ്റി. ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് അർമാഡയുടെ ആർമാദം. യുവത്വവും പരിചയസമ്പത്തും ഒത്തൊരുമിച്ച സ്പാനിഷ് സംഘം യൂറോപ്പിന്റെ നെറുകയിൽ. പ്രതിരോധത്തിലൂന്നിയായിരുന്നു ആദ്യ പകുതി, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്. യമാലും നിക്കോയും മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ തട്ടി മടങ്ങി. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതിയെങ്കിൽ 2ാം പകുതി ആരംഭിച്ച 1 മിനിറ്റിനുള്ളിൽ സ്പെയിൻ വലകുലുക്കി. ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് യമാൽ നൽകിയ പാസിൽ നിക്കോയുടെ ഇടങ്കാൽ ഷോട്ട് പിക്ഫോർഡിനെ മറികടന്ന് വലയിൽ. ഗോൾ നേടിയതോടെ സ്പെയിൻ കൂടുതൽ അക്രമകാരികളായി. റിലയൻസിന്റെ ഗോൾ മുഖത്ത് അവർ നിരന്തരം ആക്രമണം നടത്തി. 60ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഹാരി കെയ്നെയും 70ാം മിനിറ്റിൽ കോബി മെയ്നുവിനെയും പിൻവലിച്ച ഇംഗ്ലീഷ് പരിശീലകൻ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ തന്ത്രം ഫലിച്ചു. മെയ്നുവിന് പകരക്കാരനായെത്തിയ ചെൽസി താരം കോൾ പാമർ കളത്തിറങ്ങി 4ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകി. ബോക്സിനുള്ളിൽ ബുക്കായ സാക്കയുടെ പാസ് ജൂഡ് ബെലിംഗത്തിന്. ബെലിംഗത്തിൽ നിന്ന് പന്തി സ്വീകരിച്ച പാമറുടെ ഷോട്ട് സ്പാനിഷ് പ്രതിരോധ നിരയെ കീറിമുറിച്ച് വലയിലേക്ക്. നിശ്ചയ സമയം തീരാൻ 4 മിനിറ്റ് ബാക്കി നിൽക്കെയായിരുന്നു ടൂർണമെന്റിന്റെ ഫേവറേറ്റുകളുടെ വിജയ ഗോൾ. ഇടതുവിംഗിൽ നിന്ന് നീട്ടി നൽകിയ പാസിന് നായകൻ അൽവാരോ മൊറോട്ടയ്ക്ക് പകരമെത്തിയ ഒയർസബാലിന് കാൽ വെച്ചു കൊടുക്കേണ്ട ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയത്തോടെ സ്പെയിനിന്റെ 4ാം യൂറോ കിരീടം, സുവർണ തലമുറയ്ക്ക് ശേഷമുള്ള ആദ്യ കിരീടവും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.
എറണാകുളം ചെങ്ങമനാട് ആത്മഹത്യ ചെയ്ത 14-കാരൻ ഓൺലൈൻ ഗെയിമിന്റെ ഇരയെന്ന് പോലീസ്. ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തും. ആലുവ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. കണ്ണൂരിൽ ഇന്ധനവില നൽകാത്തത് ചോദ്യം ചെയ്ത പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി അപായകരമായി വാഹനമോടിച്ച പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ എയർ ക്യാമ്പിലെ പോലീസുകാരൻ കെ സന്തോഷ് കുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിനു ശേഷം സസ്പെൻഷനിലായ പോലീസുകാരന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ദേലമ്പാടി പഞ്ചിക്കൽ ശ്രീകൃഷ്ണമൂർത്തി AUP സ്കൂൾ വരാന്തയിലാണ് ഇന്നലെ വൈകുന്നേരം 1 ദിവസം പ്രായമായ പെൺകുഞ്ഞിനെ കണ്ടത്. കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ വിവരമറിയുന്നത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലക്കാട് പട്ടാമ്പിയിൽ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിലിടിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. കാർ നിർത്താതെ പോയി. കാർ അമിത വേഗതയിലായിരുന്നു. സമീപത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പാലക്കാട് യുവമോർച്ച നേതാവിന്റെ നേതൃത്വത്തിൽ BJP നേതാവിന്റെ വീട് ആക്രമിച്ചു. സംഭവത്തിൽ യുവമോർച്ച മണ്ഡലം ഭാരവാഹി പിടിയിലായി. മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയുമായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, സംഭവിച്ചത് എന്താണ്? അപർണ, കഴിഞ്ഞ ജൂൺ 10-നാണ് സംഭവം. അതായത് BJPയുടെ മുൻ കൗൺസിലറും മണ്ഡലം ഭാരവാഹിയുമായ അച്യുതാനന്ദന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 11 മണിയോടുകൂടി ബൈക്കിലെത്തിയ സംഘം ബിയർ കുപ്പിയും മറ്റും വീടിന് നേരെ വലിച്ചെറിയും. കാറിന്റെ ഗ്ലാസും അതുപോലെ തന്നെ വീടിന്റെ ജനൽ ചില്ലുകളും തകരുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് BJPക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് BJP പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു ആരോപണം അച്യുതാനന്ദൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയുമായ രാഹുലും അതുപോലെ തന്നെ സുഹൃത്തുക്കളായ അനുജിൽ, അജേഷ് കുമാർ, സീന പ്രസാദ്, മഞ്ഞല്ലൂർ സ്വദേശിയായ അജേഷ് ഇവരെല്ലാം തന്നെ യുവമോർച്ച പ്രവർത്തകരാണ്. ഇവരെല്ലാം തന്നെ പിടിയിൽ. ഇതിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുണ്ട്. ഇവരെയാണ് ഇപ്പോൾ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ പ്രധാനമായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, അതായത് അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാറിന്റെ ഒരു ഫോട്ടോയുടെ താഴെ ഈ അച്യുതാനന്ദൻ ഒരു കമന്റ് ഇട്ടിരുന്നു. അതായത് പാർട്ടിയുടെ അധോഗതിക്ക് കാരണക്കാരനായവൻ എന്നതായിരുന്നു ആ കമന്റ്. ഇതേ തുടർന്ന് മറ്റൊരാൾ അതിന് താഴെ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ കമന്റ്സ് എല്ലാം പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത്. സ്വാഭാവികമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ഈ അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായി, അതായത് പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പ്രധാനമായും ഈ അച്യുതാനന്ദന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രനും C. കൃഷ്ണകുമാറും രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഇപ്പൊ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പെല്ലാം വരാനിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ പേരും C. കൃഷ്ണകുമാറിന്റെ പേരും എല്ലാം സജീവമായി പരിഗണനയിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ മറ്റു നേതാക്കളോ ഇന്ന് സുരേന്ദ്രൻ സ്ഥലത്തെത്തിയെങ്കിലും സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും തനിക്ക് അറിയില്ല, അച്യുതാനന്ദൻ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തലയൂരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും BJP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭാഗീയത രൂക്ഷമായിട്ടുണ്ട്. റൈറ്റ്, വിനേഷ് കുമാർ വിവരങ്ങൾ. കോട്ടയം കൂരോപ്പട പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായി. BDJS സംഘത്തിന്റെ പിന്തുണയിൽ കോൺഗ്രസിലെ അമ്മിളി പഞ്ചായത്ത് പ്രസിഡന്റായി. UDFന് വോട്ട് ചെയ്ത BDJS സംഘം ആശാ ബിനുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസ് സംഘം വിജയിച്ചത്. 17 പഞ്ചായത്തിലെ ആകെ കക്ഷിനില. LDFന് 7 അംഗങ്ങളും UDFന് 6 അംഗങ്ങളും NDAക്ക് 4 അംഗങ്ങളുമാണ് പഞ്ചായത്തിലുള്ളത്.
മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫിനെ നിരോധിക്കാൻ പാകിസ്ഥാൻ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് നടപടി. ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി അതാവുള്ള തരാർ പറഞ്ഞു. 1996 ഇമ്രാൻഖാൻ PTI രൂപീകരിച്ചത്. 2018 ആദ്യമായി സർക്കാർ രൂപീകരിച്ചു. അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 2022 ഇമ്രാൻ സർക്കാർ വീണു. വിവിധ കേസുകളിൽ പ്രതിയായ ഇമ്രാൻഖാൻ ഇപ്പോൾ റാവൽപിണ്ടി ജയിലിലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് തീരം വിട്ടു. 1323 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കിയ ശേഷം 607 കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ മടങ്ങിയത്. കണ്ടെയ്നറുകൾ ഇറക്കാനെടുത്ത കാലതാമസമാണ് മടക്കയാത്ര വൈകാൻ കാരണമായത്. അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് രണ്ടാമത്തെ ചരക്ക് കപ്പലെത്തി. മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തിയത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5605 രൂപയും പവന് 44,840. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ കണക്കുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഈ ഒരു കാലത്തും ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയുണ്ട് ആലുവയിൽ. ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട 78-കാരിയായ അമ്മയെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മകൻ. മുന്നിലെ ഇരുട്ടിലും തന്റെ മകൻ കൈയകലത്തു തന്നെയുണ്ടെന്ന വിശ്വാസമാണ് തങ്കമണി അമ്മയ്ക്ക്. അമ്മയുടെ ഈ വിശ്വാസം മകൻ സുരേഷ് ഒരിക്കലും തെറ്റിക്കാറുമില്ല. എവിടെ പോയാലും ഓടിപ്പാഞ്ഞ് അമ്മയുടെ അടുത്തേക്കെത്തും. വീട് മുഴുവൻ അമ്മയുടെ ചിത്രങ്ങളാണ്. ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനാകാത്തതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് കൂട്ടാം. അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പലരും ഉപദേശിച്ചു. പിന്നെ അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. എല്ലാവരും പറഞ്ഞ അമ്മേനെ അതിനകത്ത് കൊണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് തെറ്റായ നടപടിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും മക്കളെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കില്ല. പക്ഷെ നമ്മൾ മക്കൾ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കും. അത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനകത്ത് കൊണ്ടായ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കാരണം മനസ്സിലെന്നാലും ഓർമ്മ വരും. മക്കളുണ്ടല്ലോ, ഞാൻ നോക്കിയില്ലോ എന്നുള്ള ചിന്ത അമ്മയ്ക്ക് ഉണ്ടാവില്ലേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, എന്നെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കിയാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാക്കുമ്പോൾ അമ്മ ചിന്തിക്കും, അയ്യോ എനിക്ക് മക്കളുണ്ടായിട്ട് എന്നെ നോക്കിയില്ലോ എന്ന്. 10 വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഏതാനും വർഷം മുൻപ് പിതാവ് മരിച്ചു. വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ അമ്മയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് അവിവാഹിതനായ സുരേഷ് പറയുന്നു. ശ്രീമൂലനഗരത്തെ വീട് പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങി. ബാങ്ക് വായ്പയെടുത്താണ് വീണ്ടും പണിതത്. തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അമ്മയുടെ ചികിത്സയും ജീവിത ചെലവുമെല്ലാം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. എങ്കിലും എല്ലാറ്റിനും അപ്പുറമാണ് അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം. ഇല്ല, ഞാൻ പോകൂല. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.
ഈ അമ്മയെയും മകനെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ബാങ്ക് അക്കൗണ്ടിലോ ഗൂഗിൾ പേ നമ്പറിലോ നിങ്ങൾക്ക് സഹായം എത്തിക്കാം. ഒഴിവ് സമയങ്ങളിൽ ചിത്രങ്ങൾ വരച്ച് വർണ്ണവിസ്മയം തീർക്കുകയാണ് കോന്നി വാഴമുട്ടം സ്വദേശിനി രേണു പ്രദീപ്. വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങളും ഈ കലാകാരിക്ക് സ്വന്തമായിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ചിത്രരചനയിൽ സജീവമാണ് രേണു പ്രദീപ്. മിക്ക ചിത്രങ്ങളും ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ് എന്നിവ ഉപയോഗിച്ച് ഒഴിവ് സമയങ്ങളിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ആവശ്യക്കാരുടെ ഓർഡർ അനുസരിച്ച് സാരികളിലും തുണികളിലുമായുള്ള പെയിന്റിംഗ് ജോലികളും ചെയ്തു നൽകുന്നുണ്ട്. ഇതിലൂടെ മികച്ച വരുമാനവും കണ്ടെത്തുന്നുണ്ട് രേണു. വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ കലാകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. മക്കളായ അശ്വിൻ പ്രദീപ്, ദേവിക പ്രദീപ് എന്നിവരും ചിത്രകാരാണ്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയാണ് രേണുവിനെ മികച്ച ചിത്രകാരിയാക്കിയത്. സ്വന്തമായി എക്സിബിഷൻ നടത്താനുള്ള ശ്രമത്തിലാണ് ഈ കലാകാരി. പത്തനംതിട്ട മേരി മാതാ സ്കൂളിലെ ചിത്രകലാ അധ്യാപികയാണ് രേണു പ്രദീപ്. ന്യൂസ് 18 പത്തനംതിട്ട. പൂർണ്ണമാകുന്നു ലൈവ് at 6. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്.